ഇന്ന് ഞാനൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന മുട്ടയും റവയും വെച്ചിട്ട് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഈ 2 മുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയും ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് മധുരമുള്ള ഒരു സ്നാക്കൊന്നുമല്ല, ഒരു ലൈറ്റ് മധുരേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ ഒരു പഞ്ചസാര മുട്ടയിലേക്ക് നന്നായി അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് റവയാണ്. ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ റവ നമുക്ക് മുട്ടയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ നമുക്ക് കുറച്ചായിട്ട് ഈ മുട്ടയിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു മുട്ടയിൽ ഈ മുഴുവൻ മൈദയും മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിലേക്ക് മൈദ മുഴുവൻ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചിട്ടാണ് ഈ ഒരു മൈദ മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ ഈ ഒരു മൈദയും റവയും പാലും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള മാവാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഈ ഒരു ബേക്കിംഗ് പൗഡർ ശരിക്കും നമ്മൾ മൈദ ചേർക്കുന്ന സമയത്ത് ചേർക്കേണ്ടതാണ്. ഞാൻ മറന്നുപോയത് കൊണ്ടാണ് ഇപ്പോഴും ചേർക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. പിന്നെ ചേർക്കേണ്ടത് ബട്ടറാണ്. ബട്ടർ ഒന്ന് ഉരുക്കിയെടുത്തതാണ്. ബട്ടറിന് പകരം നെയ്യ് ചേർത്താലും മതി. 2 ടേബിൾ സ്പൂൺ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബേക്കിംഗ് പൗഡർ നമ്മൾ മൈദ ഇടുന്ന സമയത്ത് മൈദൻ്റെ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ല ലൂസാണ്. നമ്മൾ ഈ ഒരു മാവ് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമ്മുടെ മാവ് കുറച്ചുകൂടി കട്ടിയായിട്ട് വരും. അതിനുശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ മാവ് കുറച്ചുകൂടി കട്ടിയായി വന്നിട്ടുണ്ട്. നേരത്തേനെ അപേക്ഷിച്ചിട്ട് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു തവിയിൽ ഈ ഒരു മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. കാരണം ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊന്നും വെന്ത് വരില്ല. റവയെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ളിൽ വെന്ത് വരില്ല. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ പുറഭാഗം പെട്ടെന്ന് ഇത് ഫ്രൈ ആയിട്ട് വരും. പക്ഷെ ഉള്ളിൽ മാവ് അങ്ങനെ ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതേസമയത്ത് ഒട്ടും തന്നെ കരിഞ്ഞു പോകാനും പാടില്ല. ആ വിധത്തിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുഴുവൻ മാവും നമുക്ക് ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.